രാവിലെ തന്നെ പൂരിയും നല്ല ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഞാൻ പൂരിക്കുള്ളതൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല മയമുള്ള പൂരി കിട്ടും. മമ്മി ആ നേരം കൊണ്ട് പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അവരെ കഴിപ്പിക്കുന്ന ധൃതിയിലൊക്കെയാണ്. ക്ലോക്കിലെ ബാറ്ററി തീർന്നതുകൊണ്ട് പുതിയ ബാറ്ററിയൊക്കെ ഇട്ട് അതിനൊന്ന് ജീവൻ വെപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് രാവിലെ തന്നെ. ആ നേരം കൊണ്ട് ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പണിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവർ രാവിലെ തലേന്ന് ദോശയോ അപ്പോൾ എന്തോ ആയിരുന്നു. അപ്പോൾ അതെന്തോ കഴിച്ചിട്ടാണ് പോയത്. ആ നേരം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പൂരി പിന്നെ പെയ്യെ ആക്കിയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ തണുത്ത് പോകും. ചൂടോട് തന്നെ പൂരി കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല. പിന്നെ നമ്മുടെ വീട്ടിലെ പൂരിക്ക് ഉണ്ടാകുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ കറക്റ്റ് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കുന്നതാണ്. ഈ പരത്തി വരുമ്പം വട്ട ഷേപ്പ് കിട്ടണമെന്നില്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കും എപ്പോഴും. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ വക്ക് കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. നല്ല വട്ടത്തിൽ മുറിഞ്ഞു പോരും. പിന്നെ ഞാനും മമ്മി മാറി മാറി ഓരോ സാധനം വെച്ച് പരീക്ഷിച്ച് ഒരു വിധത്തിൽ പൂരി ഏകദേശം വട്ടത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പൂരിക്ക് എന്തോ ഒരു ദേഷ്യമാണ് ഞങ്ങളോട്, അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞങ്ങൾ വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എന്തോ തന്നെ ആയാലും ഞാൻ കഴിച്ചോളാം എന്നുള്ള രീതിയിലാണ് അച്ചാച്ചൻ അവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എൻ്റെ തവയും പാനും ഇനി ദോശക്കല്ലും എല്ലാം അങ്ങ് ഒത്തിരി പഴയതായിപ്പോയേ. അപ്പം നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഇനിയിപ്പം എല്ലാം ഒന്ന് മാറ്റി പുതിയത് മേടിക്കണമെന്ന്. അപ്പോൾ ഞാനും മമ്മിയും കൂടെ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പം നല്ല 2 പാത്രം കണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ചാണ്. ഇതിനാണെങ്കിൽ നല്ല ലിഡും ഹാൻഡിലും ഒക്കെയാണ്. പിന്നെ സെറാമിക് കോട്ടിംഗ് ആണ്. അതിൻ്റെ പുറത്ത് എന്നാ മെറ്റീരിയൽ നമുക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇത് വേറെണ്ണം ഇപ്പോൾ അടുത്തിടെ ഒരുമാതിരി കുക്കിംഗ് വീഡിയോസിൽ എല്ലാവരുടെയും ഒക്കെ കാണുന്ന ഒരു പാനാണ് കേട്ടോ ഇത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ നേരമായതുകൊണ്ട് ഞങ്ങൾ ഓർത്തിന്നൊരു തക്കാളിക്ക പെരട്ട് ഉണ്ടാക്കാമെന്ന്. നല്ലെണ്ണയ്ക്കകത്ത് ഇതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കടുക് വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വരുമ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ടിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് പിറ്റേ ദിവസം കഴിക്കാനാണ്. പിന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ദോശയ്ക്കൊക്കെ കഴിക്കാൻ. നല്ല ചൂട് തക്കാളിക്ക പെരട്ടും മീൻ പീരയും അവിയലും അച്ചാറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി ഒരു ഉച്ചയൂണായിരുന്നു. പിള്ളേരൊക്കെ ആ നേരം ആയപ്പോഴത്തേക്ക് വന്നു. മമ്മി പിന്നെ അവരുടെ ഒപ്പം ഇരുന്നാണ് കഴിച്ചത്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇത്രയും വേഗം പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നും ഇരിക്കാറില്ല. ഇന്നിപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളെ അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ പോകേണ്ടതുകൊണ്ട് പിന്നെ അന്നക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടും അന്നക്കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഹോംവർക്കൊക്കെ പെട്ടെന്ന് തീർക്കാനെ കൊണ്ട്. പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അടിപൊളി ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു. അപ്പം നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.